ട്രഷേഴ്സ് ഓഫ് ഓൾമൈറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം തന്നിട്ടും നമുക്കൊരു തൃപ്തി, ഒരു സംതൃപ്തി നമ്മുടെ ജീവിതത്തിലില്ല അല്ലേ? അത് ദൈവം നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നു എന്നുള്ള ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമുക്കങ്ങനെ സംതൃപ്തിയില്ലാത്തത്. ദൈവം നമുക്ക് അനേക നന്മകൾ നമ്മുടെ ജീവിതത്തിൽ തന്നു. നമുക്ക് നല്ല മാതാപിതാക്കളെ തന്നു, നല്ല സുഹൃത്തുക്കളെ തന്നു. അങ്ങനെ അനേക കാര്യങ്ങൾ, നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നു. പക്ഷേ നമുക്ക് ആ കിട്ടിയതിൻ്റെ വില എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടോ? ജീവിതത്തിൽ ഇതിൻ്റെ എല്ലാം വില നമ്മളെക്കാളും എല്ലാം ഒത്തിരി മനസ്സിലാക്കി കിട്ടിയ ഒരു കൂട്ടുകാരിയാണ് എൻ്റെ മുന്നിൽ നിന്നിരിക്കുന്നത്. പറയും. ശരിക്കും മാം പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ജീവിതത്തിൽ വളരെ സത്യമായ കാര്യങ്ങളാണ്. കാരണം എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ ഒരു 11-12 വയസ്സ് വരെ പേരൻസിനോടൊപ്പം സഹോദരനോടൊപ്പം വളരെ സന്തോഷമായൊരു ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ 12ാമത്തെ വയസ്സിൽ എൻ്റെ മമ്മിക്ക് ശാരീരികമായ ചില പ്രയാസങ്ങളുണ്ടാകുകയും 14ാമത്തെ വയസ്സിൽ എൻ്റെ കുടുംബത്തിൽ ആദ്യത്തെ വേർപാട് സംഭവിക്കുകയുമാണ്. അപ്പം അന്ന് വരെ ഒരു മാതാവിൻ്റെ വില വ്യക്തമായിട്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ അതിന് ശേഷം ആ ഗ്യാപ്പ് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, പേരൻസ് അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനം എത്രമാത്രം ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാനത് മനസ്സിലാക്കി. പക്ഷെ അപ്പോഴും മമ്മിയുടെ മരണശേഷവും എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ പേരൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു നഷ്ടപ്പെടൽ ഉണ്ടാകും എന്നൊരു കാര്യം ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല. കാരണം എൻ്റെ പേരൻസ്, എൻ്റെ ഫാമിലി എൻ്റെ അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമാണ് എന്നെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ ആ മരണം സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം ഇതായിരുന്നു: നമ്മൾ ഇന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന പലതും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്നോട് സംസാരിച്ചെങ്കിലും ഞാനതിനെ അങ്ങനെ തന്നെ വിട്ടു. എൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചു. ആ സമയത്താണ് പല രീതിയിൽ ഞാൻ ലോകത്തെ ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ എൻ്റെ ലോകത്തെ കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ മാതാപിതാക്കളിൽ കൂടെയായിരുന്നു. അവർക്ക് ശരിയെന്ന് തോന്നുന്നത് എൻ്റെ ശരിയായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചു വന്നത്. പക്ഷേ അങ്ങനെ തന്നെയാണ് ലോകം അതുപോലെ നിഷ്കളങ്കമായൊരു ലോകമാണെന്ന് വിശ്വസിച്ചാണ് ഞാൻ ലോകത്തെ അപ്രോച്ച് ചെയ്തത്. പക്ഷേ എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊന്നും അങ്ങനെയായിരുന്നില്ല. ഞാൻ നന്നായിട്ട് എന്നോട് ഇടപെടണമെന്ന് പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും തിരിച്ചടിയാണ്. എനിക്കങ്ങനെയൊന്നും അല്ല കിട്ടുന്നത്. ഞാൻ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതല്ല എനിക്ക് ലഭിക്കുന്നത്. അപ്പം ഒരു വ്യക്തിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ ഓക്കെ അടുത്ത വ്യക്തി നല്ലതായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ ലൈഫിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഓരോ വ്യക്തികളെയും ഞാൻ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, മനുഷ്യർ മാറും, പക്ഷേ ദൈവം മാറത്തില്ല എന്നെൻ്റെ ജീവിതത്തിൽ കൂടെ എനിക്ക് മനസ്സിലായത്. അതിനുശേഷം എൻ്റെ ജീവിതം എൻ്റെ പിതാവിനോടും എൻ്റെ സഹോദരനോടും ഒപ്പം ഓരോ വഴികൾ കടന്നുപോയി. അപ്പം എന്തോ പേരൻസ് ആയതുകൊണ്ട്, എൻ്റെ പിതാവായതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ദൈവം നല്ലവനല്ലേ, അപ്പം ദൈവം മാതാവിനെ എടുത്തു, ശരി തന്നെ, ആ ദൈവത്തിൻ്റെ എന്തെങ്കിലും പദ്ധതിയായിരിക്കാം, ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കാം, സാരമില്ല, പക്ഷേ എൻ്റെ പിതാവിനെ എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ചില വർഷങ്ങൾ കടന്നുപോയി. ജീവിതത്തിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. പേഴ്സണൽ ലൈഫിലും ഫാമിലിയായിട്ടും ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ശരിക്കും ഞാൻ കേൾക്കേണ്ട ശബ്ദം ദൈവത്തിൻ്റെ ആയിരുന്നെങ്കിലും അപ്പോഴും എൻ്റെ ഡിപ്പെൻഡൻസി എൻ്റെ മുന്നിൽ കാണുന്ന വ്യക്തികളിലായിരുന്നു. അപ്പോൾ ചില വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പിതാവും
മരണം മൂലം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു കാര്യം ഇതായിരുന്നു: നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചുവെങ്കിലും നീ ആ ഗർഭപാത്രത്തിലല്ല കിടന്നത്, നീ വളർന്നത് എൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ഒറ്റ വാക്ക് എന്നെ തിരിച്ചു ചിന്തിപ്പിച്ചു. അതിങ്ങനെയായിരുന്നു, എൻ്റെ ലൈഫിൽ ഇതെല്ലാം വന്നത് ശരിക്കും എൻ്റെ ആശ്രയം കംപ്ലീറ്റ് ആയിട്ട് കർത്താവിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിലേക്കാകണം എന്നുള്ള ആ ഒരു മെസ്സേജ് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ദൈവം എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളിൽ കൂടെ കടത്തിവിട്ടത് എന്ന് എനിക്ക് തന്നെത്താനെ മനസ്സിലായി. കാരണം അതിനു മുമ്പ് വരെ ഞാൻ ചിന്തിച്ചിരുന്നത് എന്തുകൊണ്ട് എനിക്ക് പേരൻസ് ഇല്ല, എന്തുകൊണ്ട്. കാരണം എൻ്റെ പപ്പയൊക്കെ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു ദിവസം 7-8 പ്രാവശ്യമൊക്കെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം വീണ്ടും എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഗ്യാപ്പിനെ കൊണ്ടുവന്നു. എങ്കിലും ആ സമയത്തും മനുഷ്യരിൽ ഞാൻ ആശ്രയിക്കുന്നുണ്ടായിരുന്നെങ്കിലും എനിക്കിങ്ങനൊരു റെവലേഷൻ, എൻ്റെ കണ്ണെവിടേക്കോ തുറന്നു. ഞാൻ കയ്പായിട്ട് ചിന്തിക്കുന്നതിന് പകരം, അതായത് ദൈവം ദുഷ്ടന അല്ലെങ്കിൽ ദൈവം എന്തിനാ എന്നോട് വീണ്ടും ഇങ്ങനെ ചെയ്തേ എന്ന് ആ ലെവലിലേക്ക് ചിന്തിക്കുന്നതിന് പകരം ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചു: ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ടും നിൻ്റെ ആശ്രയം എന്നിൽ മാത്രമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും നിൻ്റെ ഈ ലോകത്തിലെ ആശ്രയങ്ങളെ ഞാൻ ജസ്റ്റ് അല്പനേരത്തേക്ക് എടുത്തു മാറ്റുന്നു എന്നുള്ള ആ ഒരു മെസ്സേജ് അതെന്നിലേക്ക് എത്തിച്ചേർന്നു. ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മുന്നിൽ കാണുന്ന കാര്യങ്ങളെ സത്യമെന്ന്, മനുഷ്യരല്ലേ, മുന്നിൽ കാണുന്ന കാര്യങ്ങളെ സത്യമാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, ആരും നമ്മളോട് നല്ലതായിട്ട് സംസാരിക്കുന്നു, ഇതെല്ലാം സത്യമാണ്. പക്ഷേ അവരാരും മനുഷ്യരാണെന്നുള്ളൊരു കാര്യം ഞാൻ അന്നേരവും മറന്ന്, ഞാൻ പഠിച്ച കാര്യങ്ങളെയൊക്കെ മറന്ന് ഞാൻ വീണ്ടും അങ്ങനൊരു വ്യക്തിത്വത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവം എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതെനിക്ക് കൊടുക്കുവാൻ കഴിയാത്തൊരു വ്യക്തിയായിട്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നൊരു വ്യക്തിയായിട്ട് ഞാൻ മാറി. അപ്പോൾ മനുഷ്യൻ്റെ സ്നേഹത്തിന് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കാൾ പ്രാധാന്യം കൊടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ പറയുന്നതാവും ശരി. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ദൈവത്തോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ദൈവത്തിൻ്റെ 2ാമത്തെ സ്ഥാനമോ 3ാമത്തെ സ്ഥാനമോ കൊടുത്തിട്ട് എൻ്റെ മുന്നിൽ കാണുന്ന ചിരിച്ച മുഖങ്ങൾക്ക് ആദ്യത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ അവിടെയും തേടി വന്നു. ദൈവം എന്നെ വീണ്ടും മനസ്സിലാക്കി, മനുഷ്യരാണ്, പക്ഷേ മാറാത്തവൻ, വാക്ക് മാറാത്തവൻ, ഒരിക്കലും പിരിയാത്തവൻ ദൈവം മാത്രമാണെന്ന്. വാക്കുമാറാത്തവൻ, എന്നും കൂടെയിരിക്കുന്നവൻ, നമ്മളെ മറന്നു പോകാത്തവൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ ജീവിതത്തിൽ വീണ്ടും വില കൊടുത്ത് ഞാൻ പഠിച്ചു. പക്ഷേ ആ പാഠത്തെ മറന്ന് ജീവിക്കുവാൻ അനുവദിക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥന ഞാൻ അന്ന് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചു. ഇന്ന് വരെയും ദൈവം അങ്ങനെ ജീവിക്കാൻ എന്നെ സഹായിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരി മുറിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം ഹൃദയത്തിൽ നിന്ന് ആ ദൈവം തന്നെ എന്നെ അതെല്ലാം ഹീൽ ചെയ്ത് ഓരോ ദിവസവും ആ ദൈവിക സന്തോഷത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം എന്നെ ഇന്ന് സഹായിക്കുന്നു. നോക്കിക്കഴിഞ്ഞാൽ, ലോകപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഒരു വ്യക്തിക്ക് ലോകത്തിൽ കൊടുക്കുന്ന സന്തോഷങ്ങൾ അത് പലതായിരിക്കാം. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ സന്തോഷങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഇന്നെന്നെ ഏറ്റവും കൂടുതൽ ബോൾഡാക്കി നിർത്തിയിരിക്കുന്നത്, ഞാനിന്ന് നിൽക്കുന്നതിൻ്റെ കാരണം ദൈവസ്നേഹമാണ്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഒത്തിരി സാഹചര്യങ്ങളെല്ലാം ഒന്നും എനിക്ക് ഈ ഒരൊറ്റ മൊമെൻറ്റിൽ കവറപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും സാഹചര്യങ്ങൾ ഒത്തിരി ഒരു മാനസിക നിലയിൽ ചിന്തിച്ചാൽ ഒരു മാതാവോ പിതാവോ ഇല്ലാത്ത ഒരു പെൺകുട്ടി ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകാം, അതിൽ കൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ടെങ്കിലും ആ മനസ്സിലാക്കിയൊരു സത്യം എന്നെ നടത്തുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏത് സാഹചര്യത്തിലും എന്നെ ബോൾഡാക്കി നിർത്തുന്ന ആ സത്യം ഇതാണ്: എന്നെ സൃഷ്ടിച്ചവൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ ആശ്രയം എന്നും അവനിൽ മാത്രം ആയിരിക്കണമെന്നാണ്. അങ്ങനെ ആവുമ്പോൾ ഇന്ന്
എൻ്റെ സന്തോഷം ഒരു വ്യക്തിയിൽ ഡിപ്പെൻഡൻ്റ് അല്ല. ഞാൻ ചിരിക്കുന്നത് ഒരു വ്യക്തി ചിരിക്കുമ്പോഴല്ല. ആ സന്തോഷം, ദൈവിക സന്തോഷം ശരിക്കും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിട്ട് ഏത് സാഹചര്യത്തിലും ചിരിക്കുവാനും ഏത് സാഹചര്യത്തെയും തന്മയത്വത്തോടെ നേരിടാനും ദൈവം എന്നെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അവസാന ശ്വാസം വരെ എന്നെ സൃഷ്ടിച്ചവൻ, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു ആ ഗൈഡൻസിൽ ഒരു മാതാവ്, പിതാവ് ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നത് പോലെ എന്നെ സൃഷ്ടിച്ചവൻ എന്നോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് അങ്ങനെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ദൈവം എന്നെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴോ പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോഴും ഒക്കെ നമ്മൾ ദൈവത്തെ വളരെയധികം കുറ്റപ്പെടുത്തുന്നവരും ചോദ്യം ചെയ്യുന്നവരും ഒക്കെയാണ്. പക്ഷേ ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ വളരെയധികം പ്രയാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. നമ്മുടെ ചിന്തകൾ ആദ്യം നേരായിട്ട് നമുക്ക് ക്രമീകരിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചിന്തിക്കാനും ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് അത് നന്മയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ മറന്നാലും നമ്മെ മറക്കാത്ത ഒരു നല്ല താതൻ നമുക്ക് ഉണ്ടെന്നുള്ള വിശ്വാസവും ധൈര്യവും പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ.